നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശമ്പളം, ക്ഷേമ പെൻഷൻ വിതരണം, മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ എന്നിവയ്ക്കുള്ള പണം കണ്ടെത്താനായി സർക്കാർ വീണ്ടും കടമെടുക്കുന്നു. ഡിസംബർ 3-ന് കേരളം 11 വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങൾ ഇറക്കി 1500 കോടി രൂപയുടെ വായ്പ എടുക്കുമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി. റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ പോർട്ടലായ ഇക്കുബർ വഴി കടപ്പത്രങ്ങൾ ഇറക്കിയാണ് കടമെടുപ്പ്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർ അടക്കം 10,000-ലേറെ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് ധനവകുപ്പ് തന്നെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കടമെടുപ്പ്. നടപ്പ് സാമ്പത്തിക വർഷം 2024-25 ഏപ്രിൽ മാർച്ച് ആകെ 37,512 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ നിന്ന് പക്ഷേ കിഫ്ബിയും പെൻഷൻ ഫണ്ട് കമ്പനിയും എടുത്ത വായ്പ സർക്കാരിന്റെ തന്നെ കടമെടുപ്പായി കണക്കാക്കി കേന്ദ്രം വെട്ടിക്കുറച്ചിരുന്നു. ഇതോടെ നടപ്പ് വർഷം എടുക്കാവുന്ന കടം 28,512 കോടി രൂപയായി കുറഞ്ഞു. കടുത്ത സാമ്പത്തിക ഞെരുക്കം കണക്കിലെടുത്ത് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടത് അംഗീകരിച്ച കേന്ദ്രം അധികമായി 4,200 കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചിരുന്നു. ഇതോടെ ആകെ എടുക്കാവുന്ന കടം 32,712 കോടി രൂപയായി. നവംബർ 5-ന് സംസ്ഥാന സർക്കാർ 1000 കോടി രൂപയും നവംബർ 19-ന് 1,249 കോടി രൂപയും കടമെടുത്തിരുന്നു. ഡിസംബർ 3-ന് 1,500 കോടി രൂപ കൂടി എടുക്കുന്നതോടെ ഈ വർഷത്തെ ആകെ കടം 30,747 കോടി രൂപയാകും. അതായത് കേന്ദ്രം വെട്ടിക്കിഴിക്കലിന് ശേഷം അംഗീകരിച്ച പരിധിയായ 32,712 കോടി രൂപയിൽ നിന്ന് ഇനി ബാക്കിയാവുക 1,965 കോടി രൂപ മാത്രം. നടപ്പ് വർഷം അവസാനിക്കാൻ ഡിസംബർ മുതൽ മാർച്ച് വരെ 4 മാസം കൂടി ശേഷിക്കുന്നുണ്ടെന്നിരിക്കെ സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നീങ്ങുമെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം 12,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതിമാസ വരുമാനം. ചിലവ് 15,000 കോടി രൂപയോളവും. അതായത് ഓരോ മാസവും 3,000 കോടി രൂപ അധികമായി കണ്ടെത്തണം. വായ്പ എടുത്തായിരുന്നു ഈ അധിക തുക പ്രധാനമായും കണ്ടെത്തിയിരുന്നത്. ഇനി ശേഷിക്കുന്നത് 1,965 കോടി രൂപ മാത്രമാണെന്നിരിക്കെ വായ്പാ പരിധി കൂട്ടണമെന്നാവശ്യപ്പെട്ട് വീണ്ടും സർക്കാർ കേന്ദ്രത്തെ സമീപിക്കേണ്ടി വരും. കേന്ദ്രം വഴങ്ങിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പ്ലാൻ ബിയിലേക്ക് നീങ്ങേണ്ടി വരും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ ക്ഷേമനിധി സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് പണം ഉറപ്പാക്കാനുള്ള ശ്രമമുണ്ടായേക്കാം. കള്ളുചെത്ത് തൊഴിലാളി ബോർഡിൽ നിന്ന് കടമെടുക്കാനുള്ള ശ്രമം മുൻകാലങ്ങളിൽ സർക്കാർ നടത്തിയിട്ടുണ്ട്. ഡിസംബർ 3-ന് റിസർവ് ബാങ്കിന്റെ ഇക്കുബർ പോർട്ടൽ വഴി കടമെടുക്കുന്നത് കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളാണ്. ഇവ സംയുക്തമായി 25,837 കോടി രൂപയാണ് കടം തേടുക. വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.